ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം നമ്മുടെ രേവതി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആ ഒരു അഭിപ്രായവും ചോദിച്ചു നേരെ ചന്ദ്രയ്ക്കടുത്തേക്ക് ചെന്നതാ. ചന്ദ്രയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴോ ചന്ദ്ര അതിനേക്കാളും വലിയ വിശപ്പാമ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ പാവത്തിന് കുറേ അതും ഇതൊക്കെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ നിൽപ്പുണ്ട്. രവിയേട്ടൻ, നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? രേവതി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് രേവതിയോട് ചോദിച്ചു. രേവതി പറഞ്ഞു, മാന്യമായിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോഴേക്കും വലിയ ആൾ കളിച്ചുകൊണ്ട് അതും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, നീ എന്തൊക്കെ വർത്തമാനം ഈ പറയുന്നത്, നമ്മൾ ഇതൊക്കെയാണോ കഴിക്കുന്നത് എന്ന് രവിയേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഇവളീ കാണിക്കുന്നതും പറയുന്നതൊക്കെ എന്താ? ഞാൻ എന്ത് കഴിക്കാൻ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയണം, അല്ലാതെ ഓവർ സ്മാർട്ട് ആവുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി. മോൾക്കറിയാവുന്നതായിരിക്കും നീ പറയുന്നതെന്നാണ് മോള് വിചാരിച്ചത്, അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു. അതിന് നീ ഇത്ര വലിയ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് രവിയേട്ടൻ പറയുമ്പോൾ, ഇപ്പം ഞാനായ ആൾ കളിച്ചത്, ഇവളല്ലേ എൻ്റെ വാക്കുകൾക്ക് ധിക്കാരിച്ചുള്ള രീതിയിൽ മറുപടി പറഞ്ഞത്. എന്നിട്ട് ഞാനായി കുറ്റക്കാരി. നീ ആൾ കൊള്ളാവല്ലോടി കൊച്ചേ, നീ എല്ലാവരെയും കറക്കി കുപ്പിയിലാക്കിയല്ലോ ഇത്ര പെട്ടെന്ന്. എന്തായാലും എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് പറയാം. എന്നിട്ട് രേവതിയോട് ഉണ്ടാക്കാനുള്ളതിൻ്റെ പേരും പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോയ സമയത്ത്, നീ കുറച്ചുകൂടി മാന്യമായി മോളോട് പെരുമാറണം എന്നുള്ള കാര്യം രവിയേട്ടൻ പറഞ്ഞു. ഇത്രയും മാന്യതയൊക്കെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്നും പറയാം. നിന്റെ ഒളിച്ചോടിപ്പോയ മോനെക്കുറിച്ചുള്ള ആ ഒരു ദണ്ണം മുഴുവൻ നീ ആ കൊച്ചിൻ്റെ ദേഹത്തേക്ക് തീർക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ കുറേ അങ്ങ് പറഞ്ഞു. അതും പറഞ്ഞ് രവിയേട്ടനും അങ്ങ് പോയി. എന്നിട്ട് ചന്ദ്രൻ ഇങ്ങനെ കലിപ്പിച്ച് പിടിച്ച് രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആകെ വിഷമിച്ച് പാവം നമ്മുടെ രേവതി അടുക്കളയിൽ പോയി നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മോൾക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് മോളോട് പറഞ്ഞു, വിഷമിക്കേണ്ട കേട്ടോ, അതൊന്നും ഓർത്ത് മോള് കാര്യമാക്കേണ്ട, ചന്ദ്ര അങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛാ, എനിക്കറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ കാര്യം അവിടെ കൊണ്ട് തീർന്നു. പിന്നെ രേവതി ഒന്നും പറയില്ല. ഇങ്ങനെ അല്ലാത്ത ചന്ദ്രയാക്കി എടുക്കാനായിട്ട് രവിയേട്ടൻ ശ്രമിച്ചിട്ട് നടക്കണതുമില്ല. ചന്ദ്രയെന്ന് പറയുന്ന സാധനം ആ വീടിൻ്റെ മുഴുവൻ ശാപം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ചന്ദ്ര തൻ്റെ ഒളിച്ചോടിപ്പോയ മോനെക്കുറിച്ച് ഭാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കുമോ, അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ ആയിരുന്നിരിക്കുമോ ജീവിതം, അവൻ ലിവിങ് ടുഗദർ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളും ഇതൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് പൊരിഞ്ഞടങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ദേഷ്യങ്ങൾ മുഴുവൻ രേവതിയോടാണ് തീർക്കുന്നത്, ഒന്നും അറിയാത്ത മഹാപാപത്തിനോട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ ഇവർ സംസാരിച്ചും അതുപോലെ തന്നെ ഈ ചന്ദ്ര ചിന്തിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് നമ്മുടെ രേവതി അടുക്കളയിൽ അതുപോലെ തന്നെ കയറി. അപ്പോൾ കുറച്ച് പൊടികളും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു, ഇതിലേക്ക് തപ്പിക്കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി കിട്ടി. എന്നിട്ട് വേഗം തന്നെ ആ പൊടി എടുത്ത് എന്തൊക്കെയോ ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അപ്പോൾ ഉണ്ടാക്കിയ എല്ലാവർക്കും കൊടുക്കാമല്ലോ, ആ ഒരു ആഗ്രഹം കൊണ്ട് ആ പൊടിയിൽ നിന്ന് കുറച്ച് എടുത്ത് ഇത് കുഴയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഈ ചന്ദ്ര അതുവഴി വരുന്നത്. ചന്ദ്ര അതുവഴി വന്നപ്പോഴത്തേനും നമ്മുടെ രേവതി ഇത് എടുത്തിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അങ്ങ് ഇളകി. എന്താടി ഇതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ, ഞാൻ ഇച്ചിരി പൊടി എടുക്കുമായിരുന്നു എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാനെന്ന് പറഞ്ഞപ്പം, ഓഹോ, അപ്പം നിനക്ക് 24 മണിക്കൂറും ഈ ഉണ്ടാക്കൽ തന്നെയാണോ? അമ്മ, ചായക്ക് കഴിക്കാനായിട്ട് നിനക്കേ തോന്നുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ഇവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് സങ്കടം വന്നു. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും ഇപ്പോൾ വന്ന് ഈ പിശാച് കണക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം പറയണം, അതിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, അതുപോലെ വിഷമമായിരിക്കില്ലേ. അങ്ങനെ നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ നിന്നിങ്ങനെ കേൾക്കുക. മനുഷ്യനെ തിന്നാൻ വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാണ് തിന്നേണ്ടത്. ഏത് നേരം ഓരോ കാരണങ്ങളും പറഞ്ഞ് അവൾ ഓരോന്നെടുത്ത് ഈ തീറ്റയും ഉണ്ടാക്കലും തന്നെ. നിനക്ക് ഇതൊക്കെ തന്നെയായിരുന്നോ നിൻ്റെ വീട്ടിലും പണി? അങ്ങനെയാണോ നിൻ്റെ വീട് മുടിഞ്ഞത് എന്നൊക്കെ ചോദിച്ച് രേവതിയോട് ഇങ്ങനെ ചോദിക്കുന്നു. രേവതി ഒന്നും മിണ്ടുന്നില്ലേ. ഒന്നും മിണ്ടാതെ നിന്ന് ഈ പുച്ഛവും പരിഹാസവും അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകളും ഈ കണക്കും ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. രേവതിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ആ കണ്ണുനീര് പുറത്തേക്ക് വീഴാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തരാതരം നിനക്ക് തോന്നുന്നത് പോലെ എടുത്ത് തീർത്താലേ നിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല അതൊക്കെ മേടിച്ച് വെക്കാനായിട്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭരണം മതി, അത്യാവശ്യത്തിനുള്ള ഭരണം എല്ലാവരും സാധിച്ചു തരും, അല്ലെങ്കിൽ എല്ലാവരും സമ്മതിച്ചു തരും. ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി. പാവ രേവതി ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇവിടെ ഭക്ഷണം പോലും ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത്.
അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം പിന്നീട് നമ്മൾ രേവതി ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കണം. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കണം എന്നുള്ള ആ ഒരു മനസ്സിനൊരു കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടണമല്ലോ. അതിന് വേണ്ടി വീട്ടിലോട്ട് വിളിച്ചു. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അനുജത്തിയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ദേവിക ഫോൺ എടുത്തു. ചേച്ചി എന്നാ ഉണ്ട് ചേച്ചി വിശേഷം, ചേച്ചിക്ക് സുഖമാണ് ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പം എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല മോളെ, വീട്ടിലെങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അവനെങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിച്ചു. ഇതൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിയത്തി പറഞ്ഞു, ചേച്ചിയുടെ ശബ്ദത്തിന് എന്താ ഒരു പതർച്ച അല്ലെങ്കിൽ ഒരു വിഷമം, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേച്ചിയോട് അവിടെ ആ അമ്മ ചന്ദ്ര വല്ല പോരൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? എൻ്റെ ചേച്ചിയെ എനിക്കറിയില്ലേ, എന്തുണ്ടെങ്കിലും മനസ്സിലൊതുക്കി പിടിച്ച് ചേച്ചി ഒന്നും മിണ്ടില്ലെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അതെ, എല്ലാം അങ്ങനെ നിന്ന് കേട്ട് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അവരെന്തു പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുകയുള്ളൂ. അവർ പറയുന്നതിനൊക്കെ തിരിച്ചു പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തലയിൽ കയറിയിരിക്കാൻ വരില്ല. അല്ലെങ്കിലേ അവർ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. അമ്മാതിരിയാനോ അവരെ ശരിക്കും സൂക്ഷിക്കണം. അവർ കാണിക്കുന്നതിനും പറയുന്നതിനൊന്നും ചേച്ചി നിന്നു കൊടുക്കരുത്. അവർ ചേച്ചിയെ ശരിയാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുജത്തി പറഞ്ഞു കൊടുക്കണം. അവരെ എനിക്ക് അന്ന് തന്നെ മനസ്സിലായതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് മോളെ, അങ്ങനെയൊന്നും ഇവിടെ പ്രശ്നമില്ല, അമ്മ ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞു. ചേച്ചി എന്നോടാണോ പറയുന്നത്? എൻ്റെ ചേച്ചി എനിക്കറിയില്ലേ, എത്ര വലിയ ദ്രോഹം ചെയ്താലും അവർ പാവമാണെന്നല്ലാതെ മറ്റൊന്നും ചേച്ചിയുടെ നാവിൽ നിന്ന് വീഴില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയോട് സൂക്ഷിക്കണം, അതുപോലെ അവരുടെ ആട്ടും തുപ്പും കേൾക്കാനായിട്ട് നിന്ന് കൊടുക്കരുത് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് അനുജത്തി ഉപദേശിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം നമ്മുടെ രേവതി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയെക്കുറിച്ചിരുന്ന് ആലോചിക്കുക. പോട്ട് ഇത്രയും നേരമായി, ഇത്രയും ദിവസമായി, ഒന്ന് വരിക, ഒന്ന് വിളിക്കുവാട്ടെ, അല്ലെങ്കിൽ ഒന്ന് പറയാട്ടെ, ഇതൊന്നും ചെയ്തിട്ടില്ല. അന്ന് അച്ഛൻ വിളിച്ചതാണെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തതല്ലാതെ താൻ ഈ വീട്ടിലുണ്ടോയെന്ന് പോലും മനുഷ്യനൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും കാര്യങ്ങളും. വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛനോട് നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കാനായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ മോളെ കണ്ടു കഴിഞ്ഞപ്പം രവേട്ടൻ ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയ, മോൾക്ക് എന്തെങ്കിലും അച്ഛനോട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ എന്താണെങ്കിലും അച്ഛനോട് മോള് തുറന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അത് പിന്നെ അദ്ദേഹം പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പം, ആഹാ, ഈ ചോദ്യം തന്നെ മോളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് ചോദിക്കുന്നത്. മോളെ, എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? നീയും അവനും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അവനിങ്ങോട്ട് വിളിക്കാനൊന്നുള്ള സാഹചര്യം കിട്ടിയെന്നുണ്ടാവില്ല, അവനൊരു യാത്ര പോയതല്ലേ. അവനിങ്ങോട്ട് വിളിക്കുന്നതും നോക്കി നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നിനക്ക് അങ്ങോട്ട് വിളിച്ചൂടെ? നിനക്ക് അവനെ അങ്ങോട്ടേക്ക് വിളിച്ച് സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു. അവൻ ചിലപ്പോൾ നീ വിളിക്കുന്നത് നോക്കിയിരിക്കുകയായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിളിക്കില്ല എന്നുള്ളൊരു ചിന്തയോട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? ആദ്യം ഒന്ന് വിളിച്ച് തുടങ്ങിയാൽ മതി, പിന്നീട് അതങ്ങ് വിളിച്ച് ആ ഒരു ഇതിലങ്ങ് പൊയ്ക്കോളും. പിന്നെ അതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. മോൾ ചെന്ന് അവനെ വിളിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ, ചെന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് പാവ ഫോണൊക്കെ എടുത്തുകൊണ്ട് പോവുക. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. കാരണം സച്ചിയെ വിളിച്ച് കഴിയുമ്പോൾ സച്ചി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല. എന്നാലും വിളിക്കണം. കാരണം പോയിട്ട് ഇത്രയും ദിവസമായിട്ടും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല ഇവിടെ കിടന്നാണ് അമ്മായിമ്മ പോരും കൊണ്ട് പാവം അടുത്തിരിക്കുക. സമയത്ത് നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോൾ വിളിച്ചു. ഇപ്പോൾ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഇതൊക്കെയാണ് ഇങ്ങനെ രേവതിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ സച്ചി ആദ്യം വിളിച്ചു. സച്ചി ആദ്യത്തെ കോളിന് എടുത്തില്ല. അപ്പം ഞാനാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും എടുക്കാത്തത്, എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ പാവം. ഒന്നുകൂടെ വിളിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഫോൺ എടുത്ത് വിളിച്ചപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി കോളെടുത്ത് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പറയാനായിട്ടുള്ളൊരു വല്ലാത്തൊരു വിഷമം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ആകെ പേടിച്ച് ഇങ്ങനെ ഇരുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്കും. അപ്പോൾ രേവതി മിണ്ടാതായി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി രേവതി എങ്ങനെയാണോ പ്രതികരിച്ചത് അതേപോലെ തന്നെ പ്രതികരിച്ചു. അപ്പോഴേക്കും രേവതി ശരിക്കും പേടിച്ചു പോയി. കാരണം സച്ചി അത്രയ്ക്ക് ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ അങ്ങനെ രേവതി പേടിച്ച് വേഗം ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ രേവതി എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് അങ്ങനെ ഇരുന്ന് പോയി. ആ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, മോള് വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിളിച്ചു അച്ഛാ, പക്ഷേ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. മോളാന്ന് അവനോട് പറഞ്ഞു കാണില്ലായിരിക്കും അല്ലേ? അന്ന് സംഭവിച്ചതുപോലെ തന്നെ ഇന്നും സംഭവിച്ചു. ആ ഫോൺ എടുത്തപ്പോൾ മോളാന്ന് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ എനിക്ക് പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അച്ഛൻ മോൾക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് താങ്ങായും തണലായും കൂടെ നിൽക്കുന്നു. എന്തായാലും നമ്മുടെ രേവതി അവിടെ അനുഭവിക്കുന്നത് വലിയ വലിയ ദുരന്തങ്ങൾ തന്നെയാണ്.
അങ്ങനത്തെ ആ ഒരു ഫോൺ കോളിലൂടെ സച്ചിയും രേവതിയും അടുക്കും, അല്ലെങ്കിൽ ആ സ്നേഹത്തിലാകും എന്നൊക്കെയാണ് പാവം അച്ഛൻ്റെ വിചാരം. പക്ഷേ അത് അടുത്ത് വരണമെങ്കിൽ കാലം കുറേ പിടിക്കുമെന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലല്ലോ. അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.